നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവർക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണവും എത്ര വോട്ട് ഏതൊക്കെ ബൂത്തിൽ നിന്ന് കിട്ടി, എത്ര വോട്ട് എവിടെ നിന്നെല്ലാം കുറഞ്ഞു എന്നൊക്കെയുള്ള ജയപരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെയാണ് CPM എന്ന പാർട്ടിയുടെ പതനം. 20 ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സീറ്റ് മാത്രം നേടി. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM-നുണ്ടായിരിക്കുന്ന കനത്ത പരാജയം. 2019 19 സീറ്റാണ് അവർക്ക് നഷ്ടമായത്. ഒരു സീറ്റ് മാത്രമാണ് ആലപ്പുഴയിൽ കനൽ ഒരു തരി എന്ന പോലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആരിഫ് ജയിച്ചു വന്നത്. അല്ല എന്നുണ്ടെങ്കിൽ 20 സീറ്റും കൈവിട്ടു പോയേനെ. ഇക്കുറിയും നില വിഭിന്നമല്ല. ഇക്കുറി 18 സീറ്റാണ് കൈവിട്ടു പോയത്. ഒരു സീറ്റ് കിട്ടി, ഒരു സീറ്റ് BJPയും നേടി. കേരളത്തിൽ ആദ്യമായി പാർലമെന്റ് ഇലക്ഷനിൽ BJP താമര വിരിയിച്ചു എന്ന ചരിത്ര ദൗത്യം കൂടി നിർവഹിക്കപ്പെട്ടു സുരേഷ് ഗോപിയിലൂടെ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ നാണംകെട്ട തോൽവിക്ക് ഒരേ ഒരാളാണ് ഉത്തരവാദി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും CPM-നകത്തെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും വിലയിരുത്തുന്നത്. ഈ വിലയിരുത്തലുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവർത്തനങ്ങൾ ജനങ്ങളെ CPM-ൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിശകലനം നടത്തിയിരിക്കുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നത്. CPM-ന് പുറത്തു നിന്നുള്ള ആളുകൾ പറയുന്നത് പോലല്ല CPM-നകത്തുള്ള CPM-ന്റെ സമുന്നതരായ നേതാക്കൾ എന്ന് ജനം വാഴ്ത്തുന്ന ആളുകൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. P. ജയരാജൻ, KK ശൈലജ, G. സുധാകരൻ, തോമസ് ഐസക്, ഇളവരം കരീം ഇങ്ങനെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ CPM-നകത്തെ പട നയിക്കുന്നത് അഥവാ പിണറായി വിജയനെതിരെ പടയൊരുക്കം നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന G. സുധാകരൻ നേരത്തെ തന്നെ പിണറായി വിജയന്റെ നയവൈകല്യങ്ങളോട് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ പോലും രണ്ടാം പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അതായത് പിണറായി വിജയനെതിരെ ശബ്ദമുയർത്താൻ പോകുന്ന ഒരു നേതാവിനെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്ക് പിണറായി വിജയൻ എടുത്തില്ല എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. ഇത് തന്നെയാണ് CPM-നകത്ത് അസ്വാരസ്യങ്ങൾ അന്നും പുകഞ്ഞുകൊണ്ടിരുന്നത്. G. സുധാകരനെ പോലുള്ള തലമുതിർന്ന നേതാക്കൾ അന്നേ തന്നെ പിണറായി വിജയനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം CPM-ന് പ്രതികൂലമായി ഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഒരു നാണം കെട്ട തോൽവിക്ക് അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ ഭരണപരാജയങ്ങളും മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റ രീതികളും ഒന്ന് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി മാറി നിന്ന് മറ്റാരെയെങ്കിലും ഈ ചുമതല ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് ഇത്തരം നേതാക്കളുടെ താല്പര്യം എന്നാണ് തിരിച്ചറിയുന്നത്. എന്നാൽ CPM-ന്റെ ദയനീയ പരാജയത്തെ തുടർന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ദയനീയ പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വരണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിപക്ഷത്തിനെ ഉന്നമാക്കിയാണ് ഇത് മുഖ്യമന്ത്രി സംസാരിച്ചതെങ്കിലും സ്വന്തം പക്ഷത്തിലുള്ള, അതായത് തന്റെ പാർട്ടിക്കാരോട് കൂടിയുള്ള ഒരു സൂചനയായി തന്നെയാണ് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. ഇതിന് പിണറായി വിജയൻ ചില പൊടിക്കൈകളെല്ലാം നിരത്തിക്കൊണ്ടായി. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസിന് നേരിട്ട വൻ തോൽവിയെ തുടർന്ന് AK ആന്റണി രാജിവെച്ചതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ താൻ രാജിവെക്കില്ല, ആരും അങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരണ്ട എന്ന് പറഞ്ഞത്. AK ആന്റണി തെരഞ്ഞെടുപ്പിൽ തോറ്റത് കൊണ്ടല്ല രാജിവെച്ചത്, അത് പാർട്ടിക്കുള്ളിലെ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് പിണറായി വിജയൻ ന്യായീകരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് താൻ രാജിവെക്കുന്നില്ല, അങ്ങനെ ഒരു രാജി ആവശ്യപ്പെട്ട ആരും വരണ്ട എന്ന് പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തുള്ള തനിക്കെതിരെ നീങ്ങുന്ന തലമുതിർന്ന നേതാക്കന്മാർക്കുള്ള ഒരു അടി കൂടിയായിരുന്നു പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം. പിണറായി വിജയനെ പിന്താങ്ങി നിൽക്കുന്നത് EP ജയരാജനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദനും മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഥവാ തലമുതിർന്ന നേതാക്കളിൽ ഈ 2 നേതാക്കൾ മാത്രമേ പിണറായി വിജയനെ താങ്ങി നിൽക്കുന്നേയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ഈ പുതിയ ഗ്രൂപ്പിന്റെ ആവശ്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും താൻ അത്തരം യാതൊരു ഒത്തുതീർപ്പുകൾക്കും വഴങ്ങില്ല എന്ന രീതിയിൽ തന്നെ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു.
ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടിയാണ് പിണറായി വിജയൻ നിലകൊള്ളുന്നതും എന്നുകൂടി CPM-ന്റെ പിന്നാമ്പുറ വർത്തമാനങ്ങൾ കേൾക്കുന്നു. എന്തായാലും കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിക്കാൻ താല്പര്യപ്പെടുന്നത് തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് നേരത്തെ, അതായത് മരുമകന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രവേശനത്തിന് യാതൊരു തരത്തിലുള്ള തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മുതിർന്ന നേതാക്കളെ ആരെയും ഉൾപ്പെടുത്താതെ അവരെ എല്ലാവരെയും വെട്ടിയൊതുക്കി ഒരു മൂലയ്ക്ക് പിണറായി വിജയൻ ഇരുത്തിയത് റിയാസിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള പാത തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പലരും പറയുന്നത്. എന്തായാലും പിണറായി വിജയനെതിരെ കൃത്യമായ രീതിയിൽ CPM-ൽ ഒരു പടയൊരുക്കം നടക്കുന്നു. കണ്ണൂർ ലോബിയുടെ ചുക്കാൻ പിടിക്കുന്നത് P ജയരാജനും KK ശൈലജ ടീച്ചറും തന്നെയാണ്. മലബാറിൽ ഇളമരം കരീമും കൂടെ നിൽക്കുന്നു എന്നറിയുമ്പോൾ തോമസ് ഐസക്കും T സുധാകരനും തെക്കൻ കേരളത്തിലും ഒരു തിരുത്തൽ മുന്നണിയായി കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആളുകളും ഇപ്പോൾ മറനീക്കി പിണറായിക്കെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും CPM-നകത്ത് അസ്വാരസ്യങ്ങൾ പുകയുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ നാണം കെട്ട തോൽവിക്ക് ഒരേ ഒരു കാരണം മുഖ്യമന്ത്രിയുടെ ഭരണപരാജയവും അതുപോലെ തന്നെ മനുഷ്യരോടുള്ള പെരുമാറ്റവും വളരെ മോശമായിരുന്നു. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരം കലർന്ന ഒരു പ്രവർത്തന പരിപാടി കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് G സുധാകരനും അടുത്ത ദിവസം ഒരു FB പോസ്റ്റ് ഇട്ടപ്പോൾ പറഞ്ഞത്. അതിന് പ്രധാനമന്ത്രിയെ പോലും വാഴ്ത്തിപ്പാടുന്ന രീതിയിലാണ് തന്റെ FB പേജ് കുറിച്ചത്. നരേന്ദ്രമോദി നല്ല നേതാവാണ്, കറകളഞ്ഞ നേതാവാണ്, അഴിമതി പുരളാത്ത നേതാവാണ്. നേതാവ് നന്നായി കഴിഞ്ഞാൽ ബാക്കി അണികളെല്ലാം പുറകെ വരും എന്ന രീതിയിൽ തന്നെയായിരുന്നു സുധാകരന്റെ കുറിപ്പ്. നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഇതുവരെയും ആരും കൊണ്ടുവന്നിട്ടില്ല. നരേന്ദ്രമോദി കറകളഞ്ഞ സംശുദ്ധമായ വ്യക്തിത്വത്തിനുടമയാണ് എന്ന രീതിയിലൊക്കെയുള്ള പോസ്റ്റാണ് G സുധാകരൻ ഇട്ടത്. ഇത് കൃത്യമായി പിണറായി വിജയന് നേരുള്ള ഒരു അമ്പ് തന്നെയായിരുന്നു. എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി, എങ്ങനെയായിരിക്കണം ഒരു നേതാവ് എന്നതിന് ഉദാഹരണമായി G സുധാകരൻ ചൂണ്ടിക്കാണിച്ചത് നരേന്ദ്രമോദിയാണ്. ഇത് പിണറായി വിജയന്റെ കരണത്തേറ്റ ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ്. അല്ലെങ്കിൽ G സുധാകരൻ പിണറായി വിജയന്റെ കരണത്തെ അടിച്ച അടി തന്നെയാണ് ഈ FB പേജ് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. എന്തായാലും CPM-നുള്ളിൽ അസ്വാരസ്യങ്ങൾ പോയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് മാറി പകരം ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു വിഭാഗം ആളുകൾ CPM-നകത്ത് സംഘടിത ശക്തിയായി മാറുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വരുന്ന ആളുകളിൽ ഇത് ഏത് രീതിയിൽ CPM-നകത്ത് പര്യവസാനിക്കും, എന്തൊക്കെ സംഘർഷങ്ങൾ ഒഴിവാക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.